ചേട്ടാ നമസ്കാരം. 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 ആറേ, ഞാൻ ഭൂമിയാ സംസാരിക്കുന്നത്. പറ ചേട്ടാ. തിരുവനന്തപുരത്ത് പാർട്ടി മീറ്റിംഗിന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു 400 പേരുടെ ആവശ്യമുണ്ട്. ശരി ചേട്ടാ, എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ലടാ, കൈയടിക്കാൻ വേണ്ടിയാ. ഒരാൾക്കൊരു 250 രൂപ വെച്ചാകും. എതിർ പാർട്ടി ചീത്ത പറയാൻ കുറച്ച് ലേഡീസും വേണമെന്ന് പറഞ്ഞു. ചീത്ത വിളിക്കേണ്ടവരുടെ ലിസ്റ്റിംഗ് എന്നാ ഞാൻ നോക്കിയോളാം. ചേട്ടാ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. വേണ്ട വസന്തി, വിശപ്പില്ല. കഴിക്കാൻ നടക്കല്ലേ, കൊടുത്തയക്കാൻ കഴിക്കണേ. എന്താ സ്വാമി, കഴിച്ചോ? കഴിച്ചു. എന്താ സുമോ 2 ദിവസമായിട്ട് ആളെ കണ്ടില്ല? വണ്ടി എല്ലാ പ്രാവശ്യത്തെ പോലെ ഓയിൽ സർവീസിന് പോയിരിക്കുവായിരുന്നു. ശരി ശരി. ഏയ്, എന്താ ഇത്? പ്രതിപക്ഷക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പോകുന്നത്? അതൊന്നുമില്ല അറിയ, നാളെ വൈകിട്ട് തേനാമ്പേട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ടത്രേ. അത് കല്ലെറിഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി ഒരു 50 പേര് ചോദിച്ചു. ഒരു തലയ്ക്ക് 400 എന്നും പറഞ്ഞ് 5000 അഡ്വാൻസ് മേടിച്ചു. ഒരു ലോറി കല്ലും റെഡി. സിമെന്റ് ലോഡ് കയറ്റിയതുപോലാണല്ലോ പറഞ്ഞു കേട്ടോ. സ്വാമി, ചേട്ടനിപ്പോ വിളിച്ചതേ ഉള്ളൂ. ആ മീറ്റിംഗിന് നമ്മളാളെ കൊണ്ടുപോകണ്ടേ? നമുക്ക് വണ്ടിയിലെ കൊടിയൊക്കെ കെട്ടി അടിച്ച് പൊളിക്കണം. അടി വാങ്ങുന്നത് നമ്മുടെ ആള്, അടി കൊടുക്കുന്നത് നമ്മുടെ ആൾക്കാർ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ സരോജ. ഞാനാ സുമോ. എടാ സൂപ്പ് മോതിരം അവിടെ നിന്നോണം, അകത്ത് വരരുത്. നീ ഒരു പ്രാവശ്യം അകത്ത് കാല് കുത്തിയാലേ 9 പ്രാവശ്യം എന്നെ തൊട്ടതുപോലെ പറഞ്ഞു വരും. നല്ല കാര്യമല്ലേ അത്? എടോ എന്തിനാടോ വന്നേ? ആറ് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എടോ തനിക്ക് ആരോടോ സൂപ്പ് മോതിരം എന്ന് പേര് വെച്ചത്? അങ്ങനെ ചോദിക്ക്. എന്റെ അമ്മയുടെ വയറ്റിൽ എനിക്ക് 7.5 മാസം പ്രായമുള്ളപ്പോൾ അമ്മയ്ക്ക് തൈര് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം തൈരും ചോറും കൂടെ കുടിച്ചിങ്ങനെ വിരൽ ഊറിക്കൊണ്ടിരുന്നപ്പോ മോതിരം ടക്കന്നുള്ളി പോയി. മോതിരം അകത്ത് പോയ കണ്ട എന്റെ അച്ഛനുണ്ടല്ലോ, ഒരു ഗ്ലാസ് സൂപ്പ് എന്റെ അമ്മയുടെ വായിലോട്ട് ഊറ്റിക്കൊടുത്തിട്ട് അമ്മയെ ഛർദ്ദിപ്പിച്ചു. എന്നിട്ട് മോതിരം വന്നോ? മോതിരമല്ല, 7 മാസം പ്രായമുള്ള ഞാനാ വെളിയിൽ വന്നത്. മാസം തികയാതെ പറ്റല്ലേ? മാസം തികയാതെ പ്രസവിച്ചെങ്കിലും സുഖപ്രസവല്ലേ. അതിനുശേഷം മോതിരത്തോടെ പ്രസവിച്ച എന്നെ അമ്മ എനിക്ക് മോതിരം എന്ന് പേരിട്ടു. സൂപ്പ് കൊടുത്ത് പ്രസവിപ്പിച്ചത് കൊണ്ട് എന്റെ അച്ഛൻ എനിക്ക് സുപ്രാണ്ടി എന്ന് പേരിടാൻ നോക്കിയപ്പോ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായി. അങ്ങനെ ഒരുവിധം സമാധാനമായി. രണ്ടുപേരും കൂടെ സൂപ്പ് മോതിരം ഇട്ടു. അങ്ങനെ ഞാൻ സായിപ്പന്മാരുടെ സ്റ്റൈലിൽ ഷോർട്ടാക്കി സുമോ എന്ന പേര് ഞാനേ. എവിടെ എങ്ങോട്ട് പോയി? അല്ല നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? അതെ ചേച്ചി, നാളെ മീറ്റിംഗ് ഉണ്ട്. ചേച്ചിയുടെ തെരുമഴയിൽ നനഞ്ഞ് അമ്മാര് നാറി ഓടണം. ഈ ലിസ്റ്റിംഗ് തന്നാ മതി. ഇറങ്ങുന്ന പോലെ 4 വർത്താനം ഞാൻ പറഞ്ഞോളാം. തെറിയും ചീത്തയും വിളിക്കാമല്ലോ അല്ലേ? കുടുംബം അടക്കം വിളിച്ചോന്നേ. ബാക്കി ഞാൻ ഏറ്റു. അമ്മാവാ, തിരക്കിനിടയ്ക്ക് ചെരുപ്പ് ഇറക്കാൻ പോയി നിന്നിട്ട് ആവശ്യമില്ലാതെ അടി വാങ്ങണ്ട. ശരി, ആയിക്കോട്ടെ. കരിങ്കല്ലെടുത്ത് ആരും എറിയാൻ പാടില്ല. മുട്ടയും തക്കാളി മാത്രം ഉപയോഗിക്കാവൂ. നാരായണൻ ഗോപി മാത്രം സ്റ്റേജിലേക്ക് കല്ലെറിഞ്ഞാ മതി. അറിയാതെ എങ്ങനെ ചേച്ചിയുടെ ദേഹത്ത് കൊണ്ടാ പിന്നെ ചേച്ചിയുടെ വാലിരിക്കുന്ന കേൾക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന അപ്സരസിന്റെ അഴകുള്ള സൗരയൂഥം മോഹിനി, സൗന്ദര്യത്തിന്റെ ദേവത സൗണ്ട് സരോജ. സോറി, ശബ്ദത്തിന്റെ ഗാംഭീര്യമായ സരോജ ഇതാ നിങ്ങളുടെ മുമ്പിൽ ശബ്ദ വിസ്മയം തന്നെ നടത്താൻ പോവുകയാണ്. വന്നിരിക്കുന്നവർക്കും വരാത്തവർക്കും എന്നെ പോലുള്ളവർക്ക് നമസ്കാരം. തോളിലിട്ടാൽ തോർത്ത്, അരയിലുടുത്താൽ മുണ്ട്, അകത്തുടുത്താൽ കോണകം, അഴിച്ചുടുത്താൽ നിർവാണം. ഇതാണ് കസറും കേട്ടോ. ഇതറിയാത്തവിടെ പൊന്നപ്പൊണ്ടാണവേ. എടാ രാജരക്തമേ, നിന്നെയാടാ വിളിച്ചത്. നീ മണ്ഡലത്തിന്റെ നേതാവല്ലടാ, മോവോട്ടുന്നതിന്റെ നേതാവാടാ. എന്റെ നേതാവിനെ ചീത്ത വിളിക്കുന്നല്ലേ? പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കാൻ അറിയാം അവിടെ നിന്റെ നേതാവിന്. അരി കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് പൊടിച്ച് നനച്ച് പുട്ടുകുറ്റിയിൽ ആവി കയറ്റി പുഴുങ്ങി എടുത്താലേ ആടിപൊളി. പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കാൻ പോലും അറിയാത്ത നിന്റെ നേതാവ് എങ്ങനെയാണ് ജനങ്ങൾക്ക് കൊഴലിൽ കൂടെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ നോക്കുന്നത്? അയ്യോ, ഏതാണ്ടാ എന്റെ നെഞ്ചത്ത് റോക്കറ്റ് വിട്ട് കളിക്കുന്നേ? അമ്മ പെങ്ങന്മാരുടെ കൂടെ ജീവിക്കാത്ത ഏത് നാരിയാടാത്? മീശ താടി വെച്ച ആണാണെങ്കിൽ മര്യാദയ്ക്ക് സ്റ്റേജ് പാടാ. നിന്റെയൊക്കെ മുഖത്ത് രോമം ഉണ്ടെങ്കിൽ എനിക്ക് കാലി രോമമുണ്ട്, നോക്കടാ. ആടിച്ചതിന്റെയൊക്കെ 6ആം മാലയുടെ എല്ലാവരും ഞാൻ എടുക്കൂടാ. തൊന്തയില്ലാത്ത കൊഴുതകളെ. ഇത് MLA തങ്കരാജ്. ഈ വൃത്തികെട്ടനുണ്ടല്ലോ, ഏതൊക്കെ ചെറ്റക്കുള്ളിൽ പൊക്കാൻ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? ബഹുമെടുക്കൻ സെക്രട്ടറി പത്രാസ് കേശവൻ. എടാ നീ ഒറ്റക്കുപ്പി കേശവനെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? പരമനാരി വന്നിരിക്കുന്നു നിൽക്കാനായിട്ട്. എടാ പരനാരികളെ, അങ്ങോട്ട് ആരോടാടാ പോകുന്നത് നീ? ഒറ്റക്കൊറ്റക്ക് ഓടാ, കാണിക്കാം. ഇത് എങ്ങോട്ടല്ലേ പോന്ന്? അങ്ങോട്ട് പോയിക്കേ. എന്താ വേണ്ടേ? സിമ്മുണ്ടോ? പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഒരു കോളിന് എത്ര? 99 പൈസ. 2 കോള് വിളിച്ചാ 198. ഒരു കൈ വെച്ചാ 2 കൈ വെച്ചാ സൂക്ഷിച്ചു വേണം. അളിയാ വാ പോകാം. വന്നിട്ട് ഞാൻ വെക്കാം മോളെ. എടി, നീ ഡിഗ്രി തീർത്തവളല്ലേ, മിണ്ടാതെ വീട്ടിൽ കിടന്നൂടെ? നിനക്കെന്തിനാ ഈ പാർട്ട് ടൈം ജോലിയല്ല? നിനക്കൊരു കുഴപ്പമില്ലല്ലോ.
എന്റെ അച്ഛനാണെങ്കിൽ എന്റെ വലിയച്ഛന്റെ വീട്ടില് പെയ്ഡ് ഗസ്റ്റ് ആക്കി പൂനെക്ക് പോയി. പെയ്ഡ് ഗസ്റ്റോ? പേയിങ് ഗസ്റ്റ് എന്നാണല്ലോ പറയാറ്. മാസം തോറും നമ്മൾ പൈസ കൊടുത്താൽ പേയിങ് ഗസ്റ്റ്. ഒരു വർഷത്തേക്ക് ഒന്നിച്ചു കൊടുത്താൽ അതിന്റെ പേര് പെയ്ഡ് ഗസ്റ്റ്. അപ്പൊ പ്രീപെയ്ഡ് കാർഡാണല്ലേ? പെൺപിള്ളേരെ കിളവന് ഇഷ്ടപ്പെട്ടോടാ? എല്ലാ സംഗതി ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച വോട്ടിനകത്തുണ്ടായിരുന്നല്ലോ. ഈ പ്രായത്തിൽ എന്തൊരു ഡാൻസ് ആയിരുന്നു. എല്ലാം വീഡിയോയിൽ എടുത്തല്ലോ. ഒന്നും കളയാതെ സൂക്ഷിച്ചു വെച്ചേക്കണം. എന്നെങ്കിലും ഇയാള് നമുക്കിട്ട് പണി തരാൻ വരുമ്പോ ഒന്ന് ഇയാളെ കാണിച്ചൊതുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്ന് വേണ്ടേ? നമ്മുടെ കൊച്ചുങ്ങൾ എന്തു പറയുന്നടാ? അതിലൊരു പെണ്ണങ്ങ് അനുസരിച്ച് ഇനിയുള്ളതൊന്നും അനുസരിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യേ, അനുസരിക്കുന്നവളെ അഡ്രസ് മേടിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്. വിളിക്കുമ്പോ വരണമെന്ന് പറഞ്ഞേക്ക്. അനുസരണ ഇല്ലാത്തവളെ എന്താടേ നിനക്ക് മെരുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇഷ്ടമല്ല അല്ലേ? നിന്നെ ഇവിടുന്ന് വിട്ടാ എല്ലാം പുറത്തു പറയൂ അല്ലേ? ആ ശരി, ചേട്ടനിപ്പോ എന്തിനാ റെഡിയെ കാണേണ്ട ആവശ്യം? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല, താമ്പരം ബായ്, പാങ്ങോട് ഷാജി, വേങ്ങോട് മോഹനൻ എല്ലാരും പോകേണ്ടത് അത്യാവശ്യമാണ്. റെഡ്ഡിയുടെ പുറകില് വക്കച്ചൻ, അൽഫോൺസ്, താടി മുഹമ്മദ്, പിന്നെ ഒരു 10-15 പേരും കൂടെ ഉണ്ട്. റെഡ്ഡി, നിന്റെ പോക്കൊട്ടും ശരിയല്ല. സാഹിബാണിപ്പോ റൂട്ട് മാറി വന്നേക്കുന്നേ. നീ ബ്രൗൺ ഷുഗർ ബിസിനസ്, പെട്ടിക്കട, കഞ്ചാവ്, കുറ്റിബീടി, എന്ത് പുല്ല് വേണമെങ്കിലും ചെയ്തോ. ഇതെല്ലാം അവരോർ ഇഷ്ടം പോലെ ചെയ്തോളൂ. പെണ്ണുങ്ങളെ എന്തിനു കടത്തണം? പൊതുജനങ്ങൾ നോക്കി നിൽക്കുന്നു തോന്നുന്നോ? ഇന്റലിജൻസിന്ന് റിപ്പോർട്ട് മേലധികാരികൾക്ക് പോയി പ്രശ്നമായെങ്കിൽ എൻകൗണ്ടർ എന്ന പേരിൽ എല്ലാരെയും പൊക്കി ചുട്ടു തള്ളുവാമാര്. എന്താടാ ഭയപ്പെടുത്താൻ നോക്കുവാ? എന്റെ ബിസിനസ്സിൽ തലയിടല്ലേ? നിനക്ക് മാത്രമല്ല രാഷ്ട്രീയ പിൻബലം എനിക്കും ഉണ്ടാ. ഇതിൽ നീയാണോ വലുത്, ഞാനാണോ വലുതെന്നല്ല, വായിക്കരി ആദ്യം ആർക്ക് കിട്ടുമെന്നുള്ളതാണ്. വിശ്വ, നീ ആ ജയറാമിനെ എന്റെ ഏരിയയിൽ വെച്ചല്ലേ പൊക്കിയത്? അതിന് ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നോടാ. റെഡി, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, പെണ്ണു വിഷയം നമ്മുടെ തൊഴിലിന് ചേരാത്ത ഒന്നാണ്. പോയി ബിരിയാണി നിന്ന് കിടന്നുറങ്ങ. നീ എന്തിനാ അയാളെ നോക്കി കുരയ്ക്കുന്നത്? അയാളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിനക്കറിയാം. വിശ്വനാഥ, അത് നീ അങ്ങ് പോയി അറിഞ്ഞാ മതി. നീ എവിടുന്നാടാ വന്നേ? അറിയാഞ്ഞിട്ടാ നിനക്കൊക്കെ. ചേട്ടനോട് കഴിഞ്ഞിട്ട് ആന്ധ്ര ഇവിടെ വന്ന് മാമാ ജോലി ചെയ്യുന്ന ഈ മട്ടാഞ്ചേരി പിച്ചാത്തി പിടിച്ച് വളർന്നവനാണ് ഞാൻ. ഞങ്ങളുടെ ഹറാം പറപ്പ് കാണിച്ചിട്ടുണ്ടല്ലോ, നിന്റെ ശവം പോലും കാണില്ല. ഈ ഫോട്ടോ വെച്ച് കടലെ കല്ലുകെട്ടി താഴ്ത്തികളെയും പന്നി ഞാൻ. നീ വിചാരിക്കുന്നവനല്ലടാ ഈ നിൽക്കുന്ന റെഡി. നിന്റെ പമ്പടിച്ച് പൊട്ടിക്കുന്നതാണ് പറഞ്ഞ പന്നി. വേണ്ട ചേട്ടാ. ഏതവനാടാ ഈ തെണ്ടി? പേര് 6.